എവിടെ പോയാലും കറുത്തതായതുകൊണ്ട് ഒന്നിനും കൊള്ളൂല, സ്കൂളിൽ പോകാൻ തോന്നൂല. സ്കൂളിൽ നിന്നൊക്കെ ഇത് തന്നെ ഞാൻ കേൾക്കുന്നത്. എൻ്റെ കഴിവൊന്നും അല്ല എന്നുള്ളൊരു ഇത് ആദ്യം എനിക്ക് ഉണ്ടായി. നമ്മൾ ശരിക്കും അഭിനയിക്കായിരുന്നില്ല. പിന്നെ ഇന്ന കാര്യങ്ങൾ ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ടെന്ന് പറയുമ്പോൾ അവർ പല പ്രാവശ്യം കരയുന്നുണ്ട് എൻ്റെ മുമ്പിലിരുന്ന്. പ്രത്യേകിച്ച് ഈ മോളാണെങ്കിലും അവൾ അനുഭവിച്ചിട്ടുള്ള ഓരോ കാര്യങ്ങളാണ് നമ്മൾ ഓരോ സീൻസിലും കാണിക്കുന്നത്. ഈ മോള് പറയുമ്പോൾ തന്നെ അവളുടെ മനസ്സിൽ അത്രയും വിഷമം പോയിട്ടുണ്ടാവും. കുരുവി ചെയ്യുന്നത് കാണുമ്പോൾ ശരിക്കും നമ്മളിങ്ങനെ ഇത് ആദ്യത്തെ സിനിമയാണോ എന്ന് നമുക്ക് തോന്നും. അത്ര അസാധ്യമായിട്ടാണ് മോള് ഇതിനകത്ത് പെർഫോം ചെയ്തിരിക്കുന്നത്. കറക്റ്റ് ആ ദിവസം മുഖ്യമന്ത്രി വന്നു, ഞാൻ ഡാൻസ് ചെയ്യുന്നതിൻ്റെ മുന്നിൽ വന്നിരുന്ന് ഡാൻസ് കാണാം. അത് ഡാൻസ് കഴിഞ്ഞപ്പോഴത്തേക്ക് കുരിപ്പാപ്പ എനിക്ക് വാന്ന് പറഞ്ഞതിന് നിലത്ത് വിളിച്ച് എനിക്ക് ക്യാഷ് അവാർഡ് തന്ന്. അന്ന് പിന്നെ ഞാൻ ഡാൻസ് നിർത്തിയില്ല. അന്നൊന്നും എനിക്ക് അറിയില്ല, ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയമല്ലേ. ഇപ്പോഴത്തെ പിള്ളേർക്ക് പിന്നെ അറിയാമെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ ആ സമയത്ത് ഒരു ഗുഡ് ടച്ച് ബാഡ് ടച്ച് എന്നൊന്നും പറഞ്ഞ ആ സമയത്ത് എനിക്ക് ശരിക്കും അത് മനസ്സിലാക്കാനുള്ളൊരു ഇതില്ലായിരുന്നു. ആ ഷോള് പൊക്കുമ്പോൾ ഉള്ള റിയാക്ഷൻ അല്ലേ, അതെന്തോ അത് നാച്ചുറലായിട്ട് അങ്ങനെ വന്നതാ. ഈ ലെജൻസ് ഒക്കെ ചെയ്തിട്ടിട്ട് ഈ ആധുനിക കാലഘട്ടത്തിൽ അത് ഓടിയ ഓട്ടം എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമായിട്ട് ഓടിയിട്ടുണ്ടായിരുന്നു. രജനി സാറിന്റെ പടമല്ലേ, അദ്ദേഹത്തിന്റെ പ്രസൻസിലാണ്, ആ ക്ലൈമാക്സ് സോങ്ങിലാണ് ഞാൻ ഡാൻസ് ചെയ്യുന്നത് ഇൻ ഫ്രണ്ട് ഓഫ് ദ ഗ്രേറ്റ് രജനികാന്ത്. കുരുവി എന്ന പുതിയ ചിത്രത്തിന്റെ വിശേഷങ്ങളുമായി വിനീതേട്ടൻ, തൻഹ ഫാത്തിമ, മുക്ത. നമസ്കാരം. ഈ കുരുവി പാപ്പ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റിയൽ സ്റ്റോറിയാണെന്ന് മനസ്സിലാക്കുന്നുണ്ട്. പിന്നെ റിയൽ ആൾ തന്നെ പറഞ്ഞു തുടങ്ങണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ശരിക്കും പാപ്പ തന്നെ പറയൂ. പാപ്പ ഒരു വിളിപ്പേരാണ് അല്ലേ? കുരുവി എന്നാണ് വിളിപ്പേര്. പാപ്പ എന്ന് പറയുന്ന നെയിം പിന്നെ എങ്ങനെ വന്നത്? കുട്ടി എന്നുള്ള അർത്ഥത്തിൽ. കുഞ്ഞെന്നൊക്കെ പറയല്ലേ, കുരുവി കുഞ്ഞ്. ഓ, മറ്റാരും അങ്ങനെ വിളിച്ചതാണ് അല്ലേ? അതെ. മുഖ്യമന്ത്രി, തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രി എന്നെ മുഖ്യമന്ത്രിയാണ് വിളിച്ചത്. ഓ, സൂപ്പർ, പ്രൗഡ്. എന്താണ് ഇതിന്റെ ഒരു ബേസ് എന്ന് പറയാമോ? ബേസ് എന്ന് പറയുന്നത് ചെറുപ്പം മുതലേ ഈ ബോഡി ഷേമിങ്ങിന്റെ ഇത് കേട്ട് വളർന്നതാണ് ഞാനും എൻ്റെ ഉമ്മച്ചിയാണ് ഫസ്റ്റ് മുതലേ ഇത് കേട്ട് വളർന്നത്. അപ്പോൾ ഞാൻ ജനിച്ചപ്പോൾ ഇത് എനിക്ക് വരും ഉമ്മച്ചിക്ക് മനസ്സിലായി. കാരണം ഡാർക്ക് സ്കിന്നാണല്ലോ. അപ്പോൾ ആ ഒരു ഇത് എനിക്ക് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഉമ്മച്ചി കുറേ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ എന്നാലും എല്ലാവരും കളിയാക്കുമല്ലോ, വീണ്ടും കളിയാക്കും. വെയിലത്തിറങ്ങരുത്, സ്നേഹത്തോടെ പറയുന്നതായിരിക്കും. വെയിലത്തിറങ്ങിയ കറുത്തു പോവും, വെളുക്കാൻ എന്തെങ്കിലും ചെയ്യണം, അങ്ങനെയൊക്കെ സ്നേഹത്തോടെ പറയുന്നതാണെങ്കിലും നമുക്കുള്ളിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഹേർട്ടായിട്ടുണ്ടായിരുന്നു. പണ്ട് ഉമ്മച്ചിൻ്റെ അടുത്ത് വന്ന് കെട്ടിപ്പിടിച്ച് കരയും. എനിക്ക് റൂമിൻ്റെ പുറത്തിറങ്ങാനേ തോന്നാറില്ലായിരുന്നു. സ്കൂളിൽ പോകാൻ തോന്നൂല. സ്കൂളിൽ നിന്നൊക്കെ ഇത് തന്നെ ഞാൻ കേൾക്കുന്നത്. എവിടെ പോയാലും കറുത്തതായതുകൊണ്ട് ഒന്നിനും കൊള്ളൂല, എൻ്റെ കഴിവൊന്നും അല്ല എന്നുള്ളൊരു ഇത് ആദ്യം എനിക്ക് ഉണ്ടായി. പക്ഷെ അത് ഞാൻ മാറ്റിയെടുത്ത്. എൻ്റെ പാരൻസ് കാരണം ഞാൻ മാറി. അതിപ്പോൾ ഒരു സിനിമയായിട്ട് വരികയാണ്. അതെ. പൊളിറ്റിക്കലി ഒരു ഉയർന്ന സമൂഹമാണ് നമ്മുടേതെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. പക്ഷേ ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല, നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരുപക്ഷെ മുഖ്യധാര സിനിമയിൽ ഇത് ആയിട്ടുണ്ടാവില്ല. ചിലയിടങ്ങളിലൊക്കെ സമാന്തര സിനിമകൾ ചർച്ച ചെയ്തിട്ടുണ്ടെങ്കിലും ഇപ്പോൾ മുഖ്യധാര സിനിമയുടെ ഭാഗമായിട്ട് ഇങ്ങനെ ഒരു സിനിമ വരുമ്പോൾ എത്രത്തോളം സന്തോഷമുണ്ട്? ഒരുപാട് സന്തോഷം. എന്താ വെച്ചാൽ ഇത് അവരുടെ വളരെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ്. ഇപ്പം ഈ മോള് പറയുമ്പോൾ തന്നെ അവളുടെ മനസ്സിൽ അത്രയും വിഷമം പോയിട്ടുണ്ടാവും. പക്ഷെ അതിനെ തരണം ചെയ്ത് ആ പേരൻസ് ആ കുട്ടിക്ക് കോൺഫിഡൻസ് കൊടുത്ത് മോട്ടിവേറ്റ് ചെയ്ത് ദിസ് ഇസ് നത്തിങ്, സി ലുക്ക് അറ്റ് ദ കോൺഫിഡൻസ് വിത്ത് ഷീ ഈസ് സച്ച് എ ബ്യൂട്ടിഫുൾ ഗേൾ. ലൈക്ക് അതെങ്ങനെയാണ് ഫസ്റ്റ് ഓഫ് ഓൾ നോബഡി ഹാസ് ദ റൈറ്റ് ടു criticize anybody's looks and you cannot underestimate anybody. കലയുടെ ഒരു ഏറ്റവും വലിയൊരു പവിത്രമായ ഒരു ഇതെന്താ വെച്ചാൽ സാത്വികമായിട്ട് എല്ലാവർക്കും, എല്ലാ മനുഷ്യന്മാർക്കും they have their own abilities, can be different ways. അത് എത്രത്തോളം ഉൾക്കൊണ്ട് അവൻ അതിലൂടെയാണ് ഭംഗി വരിക. ഫിസിക്കൽ അപ്പിയറൻസ് ഇസ് നത്തിങ് ആക്ച്വലി. ഈവൻ ശാസ്ത്രീയ നൃത്തത്തിലും എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിൽ വെൻ യു സീ ദ പെർഫോമൻസ്, ആ ഡാൻസ് കാണുമ്പം അതിനാണ് ഭംഗി. അവിടെ നിങ്ങൾ പേഴ്സണൽ അപ്പിയറൻസ്, വെദർ യു ആർ തിൻ ഓർ ടോൾ ഓർ ഷോർട്ട്, യു ഹാവ് സം ഗ്രേറ്റ് ലെജൻഡറി ആർട്ടിസ്റ്റ് ഹു മെസ്മറൈസ് യു ആൻഡ് ഏജ് ഓൾസോ. ഈ വിദ്വത്ത് എന്ന് പറഞ്ഞിട്ടൊന്നുണ്ട് ഈ ഡാൻസിലായാലും. ആ വിദ്വത്ത് മാസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് വിൽ ടേക്ക് ഓവർ എവറിത്തിങ് ഇറസ്പെക്റ്റീവ് ഓഫ് യുവർ ഏജ്. അതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിൾസാണ് നമ്മുടെ ആചാര്യന്മാർ. ബിർജു മഹാരാജ്,
ഡോക്ടർ പത്മ സുബ്രഹ്മണ്യം, ഇന്നും അവരെല്ലാം സ്റ്റേജിൽ വരുമ്പം യു മെസ്മറൈസ്ഡ്. എന്തൊരു ഡിവൈൻ പെർഫോമൻസ്. അത് ആ വിദ്വത്തിൻ്റെ ഗുണമാണ്. സോ ഞാൻ പറഞ്ഞു വരുന്നത് ഈ ഫിസിക്കൽ അപ്പിയറൻസ് ഹാസ് നത്തിങ് ടു ഡു വിത്ത് ദിസ്. ദിസ് ഈസ് മൈ ഒപ്പീനിയൻ. തൻഹ നടുക്കിരുന്ന് സംസാരിക്കുമ്പോൾ, തൻഹ സംസാരിക്കുന്ന എൻ്റെ കോൺഫിഡൻസ് കാണുമ്പോൾ അതിൻ്റെ സൗന്ദര്യം പ്രേക്ഷകർക്ക് മനസ്സിലാവും. Absolutely. And അത് ഞാൻ as an artist when I was working with Molu, I could feel, നമുക്ക് all of us, മുക്ത, ഞാൻ, ഞങ്ങൾ പേരൻസ് ആയിട്ടാണ്, ഇപ്പം ഇവളുടെ റിയൽ ലൈഫ് പേരൻസ് ആയിട്ടാണ് ഞങ്ങൾ അഭിനയിച്ചത്. അപ്പോൾ ഐ കുഡ് സീ ദറ്റ് ലെവൽ ഓഫ് കോൺഫിഡൻസ്. പിന്നെ കോൺഫിഡൻസ് പറഞ്ഞാൽ എന്താ പറയുക, അത് എനിക്ക് തോന്നുന്നു അതൊരു ജന്മസിദ്ധമായിട്ട് കിട്ടുന്ന ഒരു കഴിവും ആ ടാലന്റ് ഉണ്ടല്ലോ. ഇപ്പോൾ ഒരു ഫസ്റ്റ് ഫിലിമാണ്, അല്ലെങ്കിൽ ഇങ്ങനെ പേജസ് ഓഫ് ഡയലോഗ്സ് ഓർ ഇങ്ങനെ സ്ക്രീനിൽ കണ്ട ആക്ടേഴ്സിൻ്റെ കൂടെ ഒബ്വിയസ്ലി ഹ്യൂമൻലി നമുക്കൊരു നെർവസ്നെസ്. ഇപ്പം എനിക്കിന്നും ഞാൻ എൻ്റെ ഒരു സീനിയർ ആക്ടറുടെ മുമ്പ് പോകുമ്പോൾ ഐ ഗെറ്റ് നെർവസ്. അത് ഒരു ഹ്യൂമൻ നോർമൽ തിങ് ആണ്. പക്ഷെ ദിസ് ചൈൽഡ് എനിക്കൊന്ന് ഫസ്റ്റ് ഡേ നമ്മൾ മോളുടെ കൂടെ ചെയ്യുന്ന ആ വീട്ടിൻ്റെ ഉള്ളിൽ ഇവള് ഡാൻസ് ചെയ്യുമ്പം ഞാൻ വന്ന് പറയുന്നില്ലേ, മോളെ ആ പാട്ട് കുറച്ച് കുറയ്ക്കും എന്നൊക്കെ പറയുമ്പോൾ ഷീ വാസ് കൂൾ ലൈക്ക്. ആൻഡ് അതായത് ആ ലൈൻസ് ഒക്കെ പെർഫെക്റ്റ് ആണ്. അവിടെ റിഹേഴ്സലോ അല്ലെങ്കിൽ ഡയലോഗ് തെറ്റി വൺ മോർ അങ്ങനെ ഒരു സംഭവമേ ഈ പടത്തിൽ ഉണ്ടായിട്ടില്ല. എൻ്റെ ഓർമ്മ. ഞങ്ങൾ ചെയ്യുമ്പോൾ അത്ര പ്രൊഫഷണലായിട്ട് ആ കുട്ടി ചെയ്തു എന്നുള്ളത് ഒന്ന് അവളുടെ ലെവൽ ഓഫ് കോൺഫിഡൻസ്, അവളുടെ ജന്മസിദ്ധമായ കഴിവ്, ഈശ്വരാനുഗ്രഹം. അടിപൊളി. ഇതിൻ്റെ ഒരു കോമ്പിനേഷനാണ് ഇവിടെ ഇരിക്കുന്ന ആള്. അതെ അതെ. മുക്ത, ഇതിപ്പോൾ മഞ്ഞുമേൽ ബോയ്സ് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ യഥാർത്ഥ മഞ്ഞുമേൽ ബോയ്സ് സിനിമയിൽ അഭിനയിച്ചവർ റിയൽ ആൻഡ് റീൽ എന്ന് പറഞ്ഞിട്ട് മാറ്റി ഒക്കെ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. ഇവിടെ രണ്ടും ഒരേ ആളാണ്. അതൊരു ഒരു പുതിയൊരു, അല്ലെങ്കിൽ അതൊരു നല്ല മാറ്റമാണ്. അത് റിയൽ ആൾ വന്നിട്ട് സിനിമയിൽ അയാളുടെ കഥ പറയുക, അത് അത്രയും പ്രാധാന്യമുള്ള കഥ ആയതുകൊണ്ടാണ് റിയൽ ആൾ തന്നെ വന്ന് പറയണമെന്ന് ആഗ്രഹിക്കുന്നത്. ആ മാറ്റത്തെ എങ്ങനെ നോക്കിക്കാണും? ഇത് ശരിക്കും പറഞ്ഞാൽ വേറൊരാളാണ് ഇത് ചെയ്തിരുന്നെങ്കിൽ ഇത്രയും ഭംഗിയാവില്ല. ചേട്ടൻ സിനിമ കാണുമ്പോൾ അത് മനസ്സിലാവും. കാരണം ഞങ്ങൾ നേരത്തെയും ഒരുപാട് പ്രാവശ്യം പറഞ്ഞു, ശരിക്കും എല്ലാവരും ഇതിൽ ചെയ്തിരിക്കുന്ന എല്ലാവരും, പ്രത്യേകിച്ച് ഞാൻ ചെയ്യുന്ന ക്യാരക്ടർ, വിനീതേട്ടൻ്റെ ക്യാരക്ടർ മോള്, നമ്മൾ ശരിക്കും അഭിനയിക്കായിരുന്നില്ല. ശരിക്കും ഇപ്പം ഞാൻ ചെയ്യുന്ന ക്യാരക്ടർ, ജാസ്മിൻ്റെ ക്യാരക്ടർ ആണെങ്കിലും മുബിന എന്ന് പറയുന്നത്, അവരെനിക്ക് പറഞ്ഞു തരുവാണ് ഞാൻ ഇന്ന സിറ്റുവേഷൻസിലൂടെയാണ് കടന്നു പോയത്, ഇന്ന കാര്യങ്ങൾ ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ടെന്ന് പറയുമ്പോൾ അവർ പല പ്രാവശ്യം കരയുന്നുണ്ട് എൻ്റെ മുമ്പിലിരുന്ന്. അപ്പം നമ്മളിത് നേരിട്ട് കാണുകയല്ലേ, അപ്പം നമുക്കൊട്ടും അങ്ങനെ അഭിനയിക്കേണ്ട ആവശ്യങ്ങൾ വരുന്നില്ല. പ്രത്യേകിച്ച് ഈ മോളാണെങ്കിലും അവൾ അനുഭവിച്ചിട്ടുള്ള ഓരോ കാര്യങ്ങളാണ് നമ്മൾ ഓരോ സീൻസിലും കാണിക്കുന്നത്. വിനീതേട്ടൻ പറഞ്ഞ പോലെ തന്നെ ശരിക്കും നമ്മളിങ്ങനെ ഈ കുട്ടിയുടെ ഓപ്പോസിറ്റ് നിന്ന് ചെയ്യുമ്പോൾ, കുരുവി ചെയ്യുന്നത് കാണുമ്പോൾ ശരിക്കും നമ്മളിങ്ങനെ ഇത് ആദ്യത്തെ സിനിമയാണോ എന്ന് നമുക്ക് തോന്നും. അത്ര അസാധ്യമായിട്ടാണ് മോൾ ഇതിനകത്ത് പെർഫോം ചെയ്തിരിക്കുന്നത്. എൻ്റെ സിസ്റ്റർ ഇതിനകത്ത് നിന്ന് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ സിസ്റ്റർ, എനിക്ക് വർക്കില്ലാത്തൊരു ദിവസം സിസ്റ്റർ പറയായിരുന്നു, ലാൽ സാറിൻ്റെ സീൻ എടുത്തപ്പോഴാണെന്ന് തോന്നുന്നു ഹോസ്പിറ്റലിൽ, എൻ്റെ ചേച്ചി പറയാണ് ആ ക്രൂ ഫുൾ ക്ലാപ്പ് ചെയ്തു എന്ന് ആ ഒരു ഷോട്ട് കഴിഞ്ഞിട്ട്. ലാൽ സാറിൻ്റെ കൂടെ ഉള്ള ഒരു ഡയലോഗ് ഭയങ്കര ഹെവി ആയിരുന്നു എന്ന്. അപ്പോൾ ചേച്ചി ഇങ്ങനെ പറയാം, അത് ഫുള്ള് ബൈ ഹാർട്ട് ചെയ്ത്, അത് ഭയങ്കര സൈലൻ്റ് ആയിരുന്നു എന്ന് ലൊക്കേഷൻ. കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും ക്ലാപ്പ് ചെയ്തു എന്ന് പറയാം. കാരണം ഇത് എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു കാര്യമായിരുന്നു ലാൽ സാറിൻ്റെ അച്ഛനുറങ്ങാത്ത വീട് ചെയ്ത സമയത്ത്. അപ്പോൾ എനിക്കറിയാം അവൾ അനുഭവിക്കുന്ന ആ ഒരു സന്തോഷവും ഇപ്പോൾ എൻജോയ് ചെയ്യുന്നതെല്ലാം എനിക്കത് മനസ്സിലാവും. ഭയങ്കര ടാലൻറ്റഡ് ആയിട്ടുള്ള മോൾക്കല്ലാണ്ട് ഈ ഒരു ക്യാരക്ടർ ചെയ്യാൻ പറ്റില്ല എന്ന് തന്നെയാണ് എനിക്കും തോന്നുന്നത്. ശരിക്കും ഇവള് ജീവിക്കുകയായിരുന്നു. അടിപൊളിയാണ് കേട്ടോ. സിനിമ ഇറങ്ങുമ്പോൾ ഒരുപാട് നമ്മൾ സംസാരിക്കുന്നത്. ഇടയ്ക്ക് സിനിമയെക്കുറിച്ച് പറയാം. പാച്ചുവും അത്ഭുത വിളക്കും കാണുന്ന സമയത്ത്, ഷൗട്ട് ചെയ്യുന്ന സമയത്ത്, അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന കുറേ മാനറിസംസ് ഒക്കെ ഉണ്ടല്ലോ. ആ മാനറിസം കാണുന്ന സമയത്ത് എൻ്റെയൊക്കെ ദേഹത്തും അതേ മാനറിസംസ് പ്രകടമാവുന്നത് പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ അതൊരു അത് എങ്ങനെയാണ് അയാൾ ആ അനുഭവിക്കുന്ന സാധനം ആ ക്യാരക്ടറായിട്ട് നമ്മൾ നിൽക്കുക, അയാളുടെ ആ ടെൻഷൻസ് ഒക്കെ വരുന്നത്. ഓപ്പോസിറ്റ് ഒരു ക്യാരക്ടർ നിൽപ്പുണ്ട്, അയാളോടാണ് ഇത് കയർക്കുന്നതെങ്കിലും ഈ വില്ലൻ ക്യാരക്ടറിനോട് നമ്മൾ സാത്മ്യത്തിലെത്തുന്ന രീതിയിലാണ് അത് അവതരിപ്പിച്ചിരിക്കുന്നത്. അടിപൊളിയായിരുന്നു. സൂപ്പർ. അതായത് ഞങ്ങൾ കണ്ടിട്ടുള്ള കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട്. ഇപ്പോൾ നക്ഷത്രങ്ങൾ ആയിക്കോട്ടെ, മുത്തശ്ശിക്കഥ ആയിക്കോട്ടെ, നമ്മുടെ ആളായിരുന്നല്ലോ. അപ്പോൾ നമ്മൾ ആ ചെറുപ്പത്തിൽ കാണുന്ന അവസ്ഥ മാറിയിട്ട് വേറെ കുറേ ടൈപ്പ് ഓഫ് സിനിമയുണ്ട്. എനിക്കൊരു സിനിമയെക്കുറിച്ചുകൂടെ സംസാരിക്കാനുണ്ട്. അരികയിൽ, ശ്യാമപ്രസാദ് സാറിൻ്റെ അരികയിൽ
മമതയായിട്ടുള്ളൊരു സീനിൽ അയാളെ ആ സമയത്ത് കാണുന്നതേ ഉള്ളൂ, പക്ഷെ അയാളുമായിട്ട് യോജിച്ച് ആ സിനിമയിൽ റൊമാൻസ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സാധനം അത് ഒറ്റ സീനിൽ കാണിക്കണം. അവിടെ കൈയുടെ ചലനങ്ങൾ, അയാളെ ചേർത്ത് പിടിക്കാൻ ശ്രമിക്കുന്നതിൻ്റെ ഒരു മനുഷ്യൻ്റെ മാനറിസംസ് എത്ര വർക്കൗട്ട് ചെയ്തു? അത് ഡയറക്ടറുടെ ബ്രീഫിങ്. ശ്യാം പ്രസാദ് ഇസ് എ ഗ്രേറ്റ് മാസ്റ്റർ ഫിൽം മേക്കർ. സോ അദ്ദേഹത്തിൻ്റെ ഒരു ബ്രീഫിങ്, ഞാൻ ഇത് അന്ന് പറഞ്ഞിട്ടുണ്ട്, ഇൻക്രെഡിബിൾ അപ്രിസിയേഷൻ കിട്ടിയ ഒരു, ആൻഡ് ഇറ്റ് വാസ് എ ബ്യൂട്ടിഫുൾ ഫിലിം, ലവ്ലി മൂവി, മമതയുടെ ബ്രില്യൻ പെർഫോമൻസ്, സമൃദ്ധ, ദിലീപ്, ഇവരുടെയൊക്കെ അസാധ്യം ക്യാരക്ടേഴ്സ് ആയിരുന്നു. ആൻഡ് ശ്യാം ചേട്ടൻ്റെ വൺ ഓഫ് ഹിസ് ബെസ്റ്റ് ഫിലിംസ് ആയിരുന്നു. ആർട്ടിസ്റ്റ് പോലെ തന്നെ ഐ എം എ ഗ്രേറ്റ് ഫാൻ ഓഫ് ഹിസ്. അതിനു മുമ്പേ ഞാൻ ബോക്ഷുദ മിത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. സോ ശ്യാം ചേട്ടനെ അറിയാം. പക്ഷെ ഞാൻ പറഞ്ഞു വന്നത്, ഈ ചില ഡയറക്ടേഴ്സിൻ്റെ ബ്രീഫിംഗ് ഉണ്ട്, അത് ദാറ്റ് ക്യാൻ ഡു വണ്ടേഴ്സ്. ലൈക്ക് അരികെയൊക്കെ ഞാൻ പോയ ഫസ്റ്റ് ഡേ ഒരു ഡൈനിങ് റൂം സീനുണ്ട്. ഇവൻ ഭയങ്കര റെസ്റ്റ്ലെസ്സും ആൻഡ് ഹീസ് കുറച്ച് ഹൈപ്പർ ആക്റ്റീവ് ആണ്. ഹിസ് ലിറ്റിൽ അബ്നോർമലാണ് ആ ക്യാരക്ടർ, സുഖമില്ലാത്തൊരുത്തനാണ്. അപ്പോൾ ശ്യാം ചേട്ടൻ എന്നോട് പറഞ്ഞ ഫസ്റ്റ് ഡയലോഗ്, വിനീത് ഒരു അണ്ടർലൈങ് സ്വീറ്റ്നെസ് ഉണ്ട്, അതെടുത്ത് ദൂരെ അങ്ങോട്ട് കളയുന്നു. ദാറ്റ് വാസ് ലൈക്ക് ഒരു ഷോർട്ട്. ദിസ് ഇസ് എക്സാക്ട്ലി വാട്ട് ഹി ടോൾഡ് മീ. ഹി സെഡ് യു ഹാവ് ആൻ അണ്ടർലൈങ് സ്വീറ്റ്നെസ് ഇൻ യു, just take that and throw it away. See, that is the power of a master craftsman, because adu bhayangara oru impact in me as an actor. So I immediately had to think in that perspective. But of course oro aa sequence ellam adham choreograph chedu, and he is a brilliant actor himself, Shyam Chetan. സോ അങ്ങനെയാണ് അത്. ഇത് അതിൻ്റെ ഒരു തമാശയും കൂടെ പറഞ്ഞാൽ, ശ്യാം സാറ് നമ്മൾ നേരിട്ട് സംസാരിക്കുമ്പോൾ ഉള്ള മാനറിസംസ് ഉണ്ട്. നമ്മൾ ഒരുമിച്ച് അതിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ശ്യാം സാറിൻ്റെ വിരലുകളുടെ ചലനമൊക്കെ സാറ് കാണിച്ചതുപോലെ കാണിക്കുമ്പോൾ പോലെ തോന്നി. വിരലൊക്കെ ഭയങ്കര രസമായിട്ട് എങ്ങനെ അത് നമുക്ക് കിട്ടുന്ന ഒരു ബ്ലെസ്സിങ് ആണ് ആസ് ആക്ടേഴ്സ്. അതായത് ടു ഒബ്സർവ് ദീസ് ഗ്രേറ്റ്സ് ആൻഡ് അബ്സോർബ്. ഇതേപോലെയാണ് ഷാജി എൻ കരുൺ സർ ആസ് എ ഡയറക്ടർ. അദ്ദേഹം ഹി വോണ്ട് എനാക്ട്, ബട്ട് ഹി വിൽ എക്സ്പ്ലെയിൻ ഇറ്റ് യു എങ്ങനെ ചെയ്യണം എന്നുള്ളത്. ഇപ്പൊ സോപാനം എന്ന് പറഞ്ഞൊരു പടത്തിൽ ഞാൻ ഐ പ്ലേ ഒരു ക്രേസി പൂജാരി, കുറച്ചൊരു ഈ ഒരു ദേവി ഭാവം വന്ന്, ഹീസ് എഫെമിനറ്റ്, പക്ഷേ ഒരു പ്രത്യേക രീതിയിലുള്ള എഫെമിനറ്റ് ആണത്, സ്ത്രൈണതയാണ്. അതിനെനിക്ക് ഷാജി സാർ തന്ന റെഫറൻസ് ഉണ്ട്. സാധാരണ സ്ത്രൈണതല്ലത്. ഇറ്റ് ഇസ് ഗോട്ട് എൻ അതർ കൈൻഡ് ഓഫ് ഫെമിനിൻ ഗ്രേസ്, ബിക്കോസ് ഇയാൾ ഒരു ദിവ്യനാണ്, ഇൻസ്ട്രുമെന്റ്സ് ഉണ്ടാക്കുന്ന ഒരാള്. സോ ആ ദിവ്യത്വം ഷാജി സാർ എനിക്ക് തന്ന റെഫറൻസസ്, ഗീഷാസ്, ജാപ്പനീസ് ഗീഷാസ്, അവർ നടക്കുന്ന വിധമുണ്ട്, കാലിങ്ങനെ വെച്ചിട്ടാണ് ദേ വാക്ക്. സോ ആ വാക്ക് യു ട്രൈ ടു അബ്സർവ്. അത് അവിടുത്തെ അവരുടെ സൗന്ദര്യത്തിൻ്റെ എപ്പിറ്റമിയാണ്. അതുപോലെ കാല് ദേ മേക്ക് ഇറ്റ് പോയിന്റഡ്. ഒരു തരം ഷൂ ഇട്ട് കെട്ടി 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 ദ ഫിംഗേഴ്സ് ബിക്കം ലൈക്ക് ദിസ് ടു അങ്ങനത്തെ ഷൂസിലേക്ക് കാല് പോവാൻ. സോ ദ സംതിങ് ലൈക്ക് ദാറ്റ്. സോ അതിൻ്റെ ഡീറ്റെയിൽഡ് എനിക്കറിയില്ല. പക്ഷെ ഷാജി സർ അന്ന് അത് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഹി വാണ്ടഡ് മീ ടു വാക്ക് ലൈക്ക് ദിസ്. യു സീൻ ദാറ്റ് ഫിലിം, ഞാൻ ഇങ്ങനെയാണ് നടക്കുന്നത്. അതിനൊരു ഫെമിനിൻ ഗ്രേസ് ഉണ്ട്. സോ സി, അതാണ് ഈ മാസ്റ്റേഴ്സ്, അവര് ഹൗ ദേ കൺസീവ് ആൻഡ് ഹൗ ദേ എക്സിക്യൂട്ട് ടേക്ക് ഇറ്റ് ഔട്ട് ഫ്രം ആൻ ആക്ടർ. പാച്ചുവും അത്ഭുത വിളക്കിൽ ആ സീനിനെ കുറിച്ച്, പർട്ടിക്കുലർ സീനിലെ ആ ലൗഡ്നെസ് എത്ര വേണം, അത് മോണാക്ട് ആയി പോകാൻ പാടില്ല. ഇല്ല, അത് എക്സ്റ്റെംപോർ ആയിരുന്നു ആക്ച്വലി. എനിക്ക് തോന്നുന്നു അത് ഇറ്റ് വാസ് എ സിംഗിൾ ഷോട്ട്. അമ്മോന്റെ അടുത്ത് ഷോട്ട് ചെയ്യുന്നതല്ലേ. എനിക്ക് ഐ ജസ്റ്റ് ഫെൽറ്റ് ലൈക്ക് ഡൂയിങ് ഇറ്റ് ആൻഡ് ഇറ്റ് വാസ് നോട്ട് പ്ലാൻഡ്. അതായത് ഈ ഉമ്മച്ചേരി, ഫസ്റ്റ് ഓഫ് ഓൾ ഇവന് ഭയങ്കര ഇറിറ്റേഷനാണ് ഈ ഇവർ പറയുന്ന കാര്യം ഹീ ഈസ് നോട്ട് ഏബിൾ ടു ഡൈജസ്റ്റ്. അങ്ങനെ സംസാരിച്ചുകൊണ്ടെടുക്കുമ്പോൾ ഇവരുടെ ഉള്ളിൽ അമ്മേനോട് കാണിക്കാനും പറ്റില്ല ആങ്കർ. സോ ദിസ് വാസ് വർക്കിംഗ് ഇൻ മീ ആക്ച്വലി. അതിൽ അവച്ചെന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, അത് അതാണ് ആക്ച്വൽ ഡയലോഗ്. പക്ഷെ വെൻ ഐ പെർഫോം ഫാട്ട് ഐ ഗേവ് ദീദി വിജയ് മാം ഇല്ലേ, അവര് ഞെട്ടിപ്പോയില്ലേ. ബിക്കോസ് അത് നമ്മൾ ഒരു റഫ് റിഹേഴ്സൽ നോക്കി, ദെൻ അഖിൽ ഹി വാസ് ഷൂട്ടിംഗ് ദ ഹോൾ തിങ് ഇൻ വൺ സ്ട്രെച്ച്. അതായത് ഞങ്ങളുടെ ഡയലോഗ്സ് എൻ്റെ കംപ്ലീറ്റ് കൗണ്ടർ അല്ല, ഇത് ക്ലോസ് വെച്ച് എടുക്കുന്നത്. അത് ചെയ്യുമ്പോൾ ഞാൻ ഐ ജസ്റ്റ് റാൻഡംലി ഇറ്റ് വർക്ക്ഡ്. ഇപ്പോൾ ഇഫ് ഇറ്റ് ഡസന്റ് വർക്ക് ദ ഡയറക്ടർ അഖിൽ വാസ് ഹാപ്പി. അതെ, ആബ്സല്യൂട്ട്ലി. അത് എനിക്കൊന്നും എന്താ പറയുക, നമ്മൾ ആസ് ആക്ടേഴ്സ് അത് എൻജോയ് ചെയ്തിട്ട് വെൻ യു ഗെറ്റ് ഇൻ ടു ദാറ്റ് ക്യാരക്ടർ
ഇതിലങ്ങനത്തെ ഒരുപാട് പെർഫോമൻസ് നമ്മളിങ്ങനെ അതെ. ചേട്ടൻ പറഞ്ഞ പോലെ നമ്മള് പ്രത്യേകിച്ച് ഇപ്പൊ വിനീതേട്ടൻ്റെ ഒക്കെ അങ്ങനെ കുറച്ച് ആർട്ടിസ്റ്റുകളേ ഉള്ളൂ. നമ്മളിങ്ങനെ എത്ര കണ്ടാലും നമ്മൾ ഓരോ സിനിമ ചെയ്യുമ്പോഴും അത് ഇതിലൊരുപാട് സീക്വൻസ് ഉണ്ട്. ആക്ച്വലി മുക്തൊക്കെ ഉണ്ട് ഇതുപോലൊരു അസാധ്യ സീൻ ഉണ്ട് ഇതില്. മുക്തയുടെ ഒരു കാര്യം കൂടെ ചോദിക്കാറില്ല, ലാൽ ജോസ് സാർ എനിക്ക് തോന്നുന്നു മുക്തയുടെ രണ്ടാമത്തെ സിനിമയാണ് അച്ഛൻ ഉറങ്ങാത്ത വീട്. പക്ഷെ ആദ്യത്തെ സിനിമ എന്റെ ഗുരുവാണ് ലാൽ സാറ്. അടിപൊളി. ഇതിലും ഈ പറയുന്ന പോലെ ഒരു കോയിൻസിഡൻസ് ആയിട്ടാ എനിക്ക് തോന്നിയത്. സെക്കൻഡ് എൻട്രി ആണ് ഗുരുവിനെ കിട്ടിയിരിക്കുക അഭിനയിക്കാൻ. അന്ന് അതെ. രണ്ട് ശിഷ്യന്മാരുണ്ട്, കൈലാഷും ഇവൻ കൈലാഷും ലാലൂസ്. ഓ ഫൈൻഡ് അല്ലേ പുള്ളി ഇൻട്രൊഡ്യൂസ് ചെയ്തല്ലേ. അതെ, അതൊരു നിമിത്തമാണ്. തുടങ്ങിയതും ലാൽ സാറിന്റെ കൂടെ, വീണ്ടും ഇതൊരു സെക്കൻഡ് എൻട്രി ആണ്. അതിലും ലാൽ സാറിന്റെ ഒരു പ്രസൻസ്. അതിൽ ശരിക്കും അച്ഛൻ ഉറങ്ങാത്ത വീട് ഇപ്പോഴും നമ്മൾ മറന്നിട്ടില്ല. എന്താ വെച്ചാൽ നിങ്ങൾ കോടതിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി വരുമ്പോൾ മീഡിയാസ് വന്നിട്ട് ഒരുപാട് പേര് വന്നിട്ട് ഇങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോഴേ അത് ശരിക്കും സത്യത്തിൽ അന്ന് ഞാൻ അനുഭവിച്ചത് ഇപ്പോഴും ഓർക്കുന്നുണ്ട്. എൻ്റെ മുഖത്തേക്ക് ലൈറ്റ് അടിച്ചാൽ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ്. അത്രയും ക്ലിക്സ് വന്നപ്പോൾ ഞാനാകെ പെട്ടുപോയി. അയാൾ എങ്ങനെ ഇറങ്ങും എന്നുള്ളതായിരുന്നു. അവിടെ നിന്ന് ഇറങ്ങണ്ടേ, ഇത്രയും ലൈറ്റിലേക്കാണ് അയാളെ കൊണ്ടുവരുന്നത്. അതെങ്ങനെ ഫേസ് ചെയ്യണം, അത് ആ സീനിനെ പലതരത്തിൽ നമുക്ക് വ്യാഖ്യാനിക്കാം. കാരണം ഇനി ഫേസ് ചെയ്യാൻ പോകുന്ന അതാണ്, ഫേസ് ചെയ്തേ പറ്റൂ. ഒരു കുട്ടി അങ്ങനെയൊന്നും ഒളിച്ചിരുന്നിട്ട് കാര്യമില്ല എന്നുള്ളതാണ്. എന്തെങ്കിലും പ്രോബ്ലംസ് വന്നാൽ നേരിട്ടേ പറ്റൂ. ആ സിനിമ ഉണ്ടാക്കിയ ഒരു ചലനമുണ്ട്, ഇല്ലെങ്കിൽ ഒരു ഭയങ്കര രസമുള്ളത്. ഓർക്കുന്നുണ്ടോ ആ സമയത്തെ? പിന്നെ അതൊന്നും ഒരിക്കലും നമുക്ക് മറക്കാൻ പറ്റുന്ന കാര്യമല്ലല്ലോ. അതിപ്പോൾ വിനീതേട്ടൻ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ലാൽ സാറ് തന്ന ആ ഒരു കോൺഫിഡൻസും അദ്ദേഹം പറഞ്ഞു തന്ന കുറേ കാര്യങ്ങളുമാണ്. അല്ലാണ്ട് ഞാൻ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. ഓക്കെ, ചെയ്തിട്ടുണ്ട്. പക്ഷെ എങ്കിലും സാറ് കുറേ കാര്യങ്ങൾ ഇങ്ങനെ, നമുക്ക് ഒരു പരിചയമില്ലാത്ത ഒരാൾ, അന്നൊന്നും എനിക്ക് അറിയില്ല. ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയമല്ലേ, എന്താണ് ശരിക്കും ഇപ്പോഴത്തെ പിള്ളേർക്ക് പിന്നെ അറിയാതെ എനിക്ക് തോന്നുന്നു. പക്ഷെ ആ സമയത്ത് ഒരു ഗുഡ് ടച്ച് ബാഡ് ടച്ച് എന്നൊന്നും പറഞ്ഞ ആ സമയത്ത് എനിക്ക് ശരിക്കും അത് മനസ്സിലാക്കാനുള്ളൊരു ഇതില്ലായിരുന്നു. പക്ഷെ അത് കുറേ കാര്യങ്ങൾ എനിക്ക് അടുത്തിരുത്തി പറഞ്ഞു തന്ന് ഒരാൾ നിനക്ക് ഇഷ്ടമില്ലാണ്ട് തൊടുവാണ് മേത്ത്, അപ്പം എങ്ങനെയാണ് റിയാക്ട് ചെയ്യുക, അങ്ങനെയൊക്കെ പറഞ്ഞു തരുമല്ലോ കുറേ കാര്യങ്ങൾ. ഈ പറയുന്ന പോലെ വിനീതേട്ടൻ പറഞ്ഞ പോലെ അതൊരു ഡയറക്ടറിൻ്റെ കഴിവ് തന്നെയാണ്. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഇത്രയും ക്രൗഡിൻ്റെ ഉള്ളിൽ കൂടെ. അത് നമ്മൾ നാച്ചുറലായിട്ട് ആ ഷോള് പൊക്കുമ്പോൾ ഉള്ള റിയാക്ഷൻ അല്ലേ, അത് ലാൽ സാർ ഇങ്ങനെ പറഞ്ഞു. നമ്മൾ ക്യാമറയിൽ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ നോക്കിയിട്ട്, ജസ്റ്റ് ഇങ്ങനെ ഓഡിയൻസിന് നോക്കിയിട്ട് സലിമേട്ടനെ നോക്കി കരയുന്ന ഒരു ഇതുണ്ട്. അതെന്തോ അത് നാച്ചുറലായിട്ട് അങ്ങനെ വന്നതാ. അതുകൊണ്ടാണ് ഇപ്പോഴും ഓർക്കണേ നമ്മൾ. അതെ, ഇല്ലെങ്കിൽ നമ്മൾ ഇത്ര ഓർത്ത് വെക്കേണ്ട കാര്യമില്ലല്ലോ. പടത്തിലേക്ക് വീണ്ടും വന്നാൽ നമുക്ക് വിനീതേട്ടൻ്റെ ഒരുപാട് വിശേഷങ്ങൾ എനിക്ക് ചോദിക്കാനുണ്ട്. ഇടയ്ക്കൊന്നും കിട്ടിയിട്ടില്ല മുമ്പിൽ, അതിലേക്ക് വരാനുണ്ട്. മോനെ, ഈ സിനിമയാകുമ്പോൾ നമ്മളെ ജീവിതമല്ല, ജീവിതത്തിൽ നമ്മൾ കുറേ നേരിട്ട് പ്രോബ്ലംസ് ആണ്. പക്ഷെ അത് സിനിമാറ്റിക് ആയിട്ട് അവതരിപ്പിക്കുമ്പോൾ കുറേ ലൈറ്റ്സ് ഉണ്ടാവും, ഈ ക്യാമറ ഉണ്ടാവും, ഇതൊക്കെ നോക്കി പെർഫോം ചെയ്യണം, ആർട്ടിസ്റ്റ് അപ്പുറത്ത് ഉണ്ടാവും. അപ്പോൾ എങ്ങനെയാണ് ഇത് റീക്രിയേറ്റ് ചെയ്യണ്ടേ മനസ്സിനകത്ത്? എങ്ങനെയാണ് ഇത് ചെയ്തു പോയത്? അത് പ്രോസസ്സ് എന്താണെന്ന് പറയും. എനിക്കിതിൽ അഭിനയിക്കേണ്ടി വന്നിട്ടില്ല. കാരണം ഞാൻ വലിയ ഡയലോഗാണ് കേട്ടോ. എനിക്ക് സീരിയസ് ആയിട്ട് എനിക്ക് അഭിനയിക്കേണ്ടി വന്നില്ല. കാരണം അത്രയും നാള് ഞാൻ അനുഭവിച്ച കാര്യങ്ങൾ തന്നെയാണ് ഇതിനകത്ത് ക്യാമറന്റെ മുന്നിൽ ചെയ്യുന്നേ. എനിക്ക് അത് മാത്രമല്ല, എനിക്ക് എന്തെങ്കിലും പ്രശ്നം വരുമ്പോഴൊക്കെ എൻ്റെ കൂടെ സപ്പോർട്ടായിട്ട് നിൽക്കാൻ ഇതേ ഉമ്മച്ചിയായിട്ട് ഉപ്പച്ചിയായിട്ട് കറക്റ്റ് സെറ്റിൽ എൻ്റെ ഉമ്മച്ചി ഉപ്പച്ചിയും പോലെ തന്നെ ഉണ്ടായേ. പിന്നെ ബിബിൻ സാറാണെങ്കിലും നല്ലൊരു കംഫേർട്ടായിട്ടാണ് എനിക്ക് ഉണ്ടായത്. അതുകൊണ്ട് എനിക്ക് പ്രശ്നങ്ങളോ അങ്ങനത്തെ ഒന്നും ഉണ്ടായിട്ടില്ല. ഫസ്റ്റ് ടൈം ആണെന്നുള്ള ടെൻഷനൊന്നും ഉണ്ടായിട്ടില്ല എനിക്ക്. കഥ അധികം ചോദിക്കുന്നില്ല, കാരണം സിനിമയ്ക്ക് സ്പോയിലർ ആവണ്ടെന്ന് ഉദ്ദേശിച്ചിട്ടാണ്. പക്ഷെ ആ റിയാലിറ്റി ഷോയിലേക്ക് പോകുമ്പോൾ അത് കഴിഞ്ഞിട്ട് കുറച്ച് കോൺഫിഡൻസ് കൂടുതൽ കിട്ടിയില്ലേ? ഓ, അതിനെക്കുറിച്ചൊന്ന് പറയൂ. ആ റിയാലിറ്റി ഷോയുടെ ഞാൻ എല്ലാം സ്റ്റോപ്പ് ചെയ്ത് വെച്ചേക്കായിരുന്നു. ഡാൻസ് എല്ലാം മതിയാക്കി നിൽക്കുന്ന സമയത്ത് ഉപ്പച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു, ലാസ്റ്റ് ഒരു പ്രോഗ്രാം അല്ലേ, നീ ഒന്ന് ചെയ്തിട്ട് വാ, ഇനി ചെയ്യണ്ടെന്ന് പറഞ്ഞു എൻ്റെ അടുത്ത്. അപ്പൊ കൊറേ നിർബന്ധിച്ചപ്പോ ഞാൻ ഓക്കെ എന്ന് പറഞ്ഞു പോയി ഡാൻസ് എല്ലാം ചെയ്തു. അപ്പോഴും എനിക്ക് താല്പര്യം ഉണ്ടായിട്ടുണ്ടായില്ല. താല്പര്യം ഉണ്ട്, പക്ഷെ എനിക്ക് മനസ്സുകൊണ്ട് ഒരു ഇനിയും കളിയാക്കുമോ എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് മുഖ്യമന്ത്രി കറക്റ്റ് ആ ദിവസം മുഖ്യമന്ത്രി വന്നു. ഞാൻ ഡാൻസ് ചെയ്യുന്നതിന്റെ മുന്നിൽ വന്നിരുന്ന് ഡാൻസ് കാണാം. അത് കഴിഞ്ഞ് ഡാൻസ് കഴിഞ്ഞപ്പോഴത്തേക്ക് കുരിപ്പാപ്പ എനിക്ക് വാന്ന് പറഞ്ഞ് നിലത്ത് വിളിച്ച് എനിക്ക് ക്യാഷ് അവാർഡ് തന്ന്. അന്ന് പിന്നെ ഞാൻ ഡാൻസ് നിർത്തിയില്ല. അതിനുശേഷം പിന്നെ എനിക്ക് കോൺഫിഡൻസ് കുറച്ചും കൂടെ കൂടി, പിന്നെ ഡാൻസ് നിർത്താൻ തോന്നി. ശരിക്കും ചെറിയൊരു പ്രോത്സാഹനം മതി എന്നുള്ളിടത്താണ്. നാച്ചുറൽ ആർട്ടിസ്റ്റ്. ഇതൊക്കെ പറയുന്നില്ല, ഞാൻ അഭിനയിക്കുക അല്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അവളുടെ ഉള്ളിൽ ദിവസം നാച്ചുറൽ ആക്ടർ, അങ്ങനെ ഒരാൾക്ക് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഞാൻ പറഞ്ഞുതരാം, നമ്മള് സോങ്ങിന് വേണ്ടിയിട്ട് ചില ഡ്രോൺ ഷോട്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം ഒരു പെർട്ടിക്കുലർ
സിറ്റുവേഷൻ ഇൻ ദ ഫിലിം ഇവർ ഭയങ്കര ഷാറ്റേർഡ് ആയി ദേ ഹാവ് ടു ലീവ് ദറ്റ് പ്ലേസ്, അങ്ങനെ ഒരു സീക്വൻസ് ഉണ്ട്. അപ്പോൾ ഇറ്റ്സ് എ ലോങ് ഷോട്ട് ആക്ച്വലി. ക്യാമറമാനൊക്കെ എവിടെയാണ് ആൻഡ് ഡ്രോൺ ഇസ് ഓപ്പറേറ്റിംഗ്, സോ വി ഹാഡ് ടു ബി ഇൻ കണ്ടിന്യൂസ് ആക്ഷൻ. സോ ചിലപ്പോൾ അടുത്ത് വരുമ്പോൾ ഇവരെങ്ങനെ അടുത്തേക്ക് സൂം ചെയ്യണ്ടോ ഒന്നും അറിയില്ല, വാട്ട് എവർ ഇറ്റ് ഇസ്. അതേസമയം സൈഡിൽ ക്ലോസ് വെച്ചിട്ട് ഇവർ വർക്ക് ചെയ്യണം. അപ്പോൾ എനിക്ക് നല്ല ഓർമ്മയുണ്ട്, ഞാൻ ജനറലി ഞങ്ങൾ വി നോ ഈച്ച് അതർ ആൻഡ് ദെർ വാസ് നോ പ്രിപ്പറേഷൻ. അപ്പം ഞാൻ കൺസോൾ ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ഈ കൈ ഇടുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഷീ ജസ്റ്റ് ഫെൽ ഓൺ മീ ലൈക്ക് ദാറ്റ്. സി അത് യു ഡിഡ്ന്റ് ഹാവ് ടു ടെൽ ഹർ, മോളെ ഇങ്ങനെ ഞാൻ പിടിക്കുമ്പോൾ ഇങ്ങനെ വീഴണം. ഇത് ഞാൻ when I saw that song, you should see ആ കുട്ടിയുടെ എക്സ്പ്രഷൻ കാണാം. അതായത് കംപ്ലീറ്റ്ലി ഷാറ്റേർഡ് ആണ് അവള്. അത് ദാറ്റ് വാസ് എ നാച്ചുറൽ പ്രോസസ് ദാറ്റ് കെയിം ഇൻ തൻഹ. അങ്ങനെ കുറേ മാജിക്കൽ മൂവ്മെന്റ്സ് ഈ ഫിലിമിലുണ്ട്. തീർച്ചയായിട്ടും. there was no planning as such. ഞാൻ ഇത് ചെയ്യും, ഇങ്ങനെ ചെയ്യണം. കരയുന്ന ഞാൻ ശ്രദ്ധിച്ച ഒരു അമ്മേനെ കെട്ടിപ്പിടിച്ച് കരയുണ്ട്, എന്നെ ഒന്നിനും കൊള്ളില്ല ഉമ്മച്ചി എന്നിങ്ങനെ ചോദിക്കുന്ന ഇതുണ്ട്. അപ്പൊ കുഞ്ഞ് കുറേ നേരമായിട്ട് ഞാനിങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട്. കുറേ കാര്യങ്ങള് മോളിൽ നിന്ന് നമുക്ക് പഠിക്കാനുണ്ട് കേട്ടോ. അവള് തന്നെ കണ്ണടച്ച് ഓരോന്ന് ആലോചിച്ച് പഴയ കാര്യങ്ങളൊക്കെ ആയിരിക്കും ആലോചിക്കുന്നത്. മോളുടെ ഞാൻ ചിന്തിക്കുമ്പോൾ എനിക്ക് അങ്ങനെ തോന്നുന്നു. കണ്ണിൽ നിന്ന് തന്നെ വെള്ളം വരും, അല്ലാണ്ട് ഗ്ലിസറിൻ ഇട്ടിട്ടോ ഒന്നുമല്ല. അത് നമ്മൾ നേരിട്ട് കാണുകയല്ലേ, അതുകൊണ്ടാണ് നമ്മൾ പിന്നെയും പറയുന്നത്. ശരിക്കും പറഞ്ഞ ഒരു ബോൺ ആർട്ടിസ്റ്റ് ആണ്. ഇനി ഭയങ്കര ടാലന്റഡ് ആയിട്ടുള്ള ഒരു അടിപൊളി. പ്രിയദർശൻ സാറിന്റെ ഒരു മുത്തശ്ശി കഥയ്ക്കകത്ത് കണ്ടാച്ചിരിക്കാത്ത കാക്കക്കറമ്പിയെ കണ്ടാലറിയാമോ കാട്ടുപൂവേ എന്ന് പറയുന്ന പാട്ട് ഭയങ്കര രസമാണ്. എവർഗ്രീൻ സോങ് ആണ്. ഔസേപ്പച്ചൻ സാറിന്റെ ഇപ്പോഴും നിലനിൽക്കുന്ന പാട്ടുകളിൽ ഒന്നാണ്. അതിനകത്ത് എന്താ പറയാ, ടൺ 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 എന്ന് പറഞ്ഞൊരു മ്യൂസിക് ഒക്കെ വെച്ചിട്ട് ഭയങ്കര രസമായിട്ട് അവസാനം ഇപ്പോഴും ഞാൻ പ്ലേലിസ്റ്റിൽ സൂക്ഷിക്കുന്ന പാട്ടായതുകൊണ്ടാണ് ഓർമ്മയിൽ. അന്നത്തെ ആ ചെറുപ്പക്കാരൻ ഒരുപാട് സിനിമകളിൽ ഞങ്ങളുടെയൊക്കെ പ്രേമം കൈകാര്യം ചെയ്തു. നക്ഷതങ്ങളിൽ അവളൊന്ന് പിടിക്കുമ്പോൾ ആ നഖം വീഴുമ്പോഴൊക്കെ നമ്മളും അനുഭവിക്കുകയായിരുന്നു റൊമാൻസ് ഒക്കെ. പാട്ടുകൾ ഒരുപാട് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ രവീന്ദ്രൻ മാഷിന്റെ പ്രേമോദാരമായി പാടിയാടാൻ അവസരം കിട്ടുക എന്ന് പറയുന്നത്. ഒടുവിൽ വിദ്യാസാഗർ സാറിന്റെ നമ്മുടെ ചന്ദ്രമുഖിയിലെ രാറ എന്ന് പറയുന്ന സോങ്, അത് ടോപ്പ് ഹിറ്റാണ്. എന്ന് വെച്ചാൽ ഇതിനെല്ലാം മറിച്ചിടുന്ന എന്ന് വെച്ചാൽ ഈ ലെജൻസ് ഒക്കെ ചെയ്തിട്ടിട്ട് ഈ ആധുനിക കാലഘട്ടത്തിൽ അത് ഓടിയ ഓട്ടം എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമായിട്ട് ഓടിയിട്ടുണ്ടായിരുന്നു. പാട്ടുകൾ രജനി സാറിന്റെ പടമല്ലേ? അതെ അതെ. അദ്ദേഹത്തിന്റെ പ്രസൻസിലാണ്, ആ ക്ലൈമാക്സ് സോങ്ങിലാണ് ഞാൻ ഡാൻസ് ചെയ്യുന്നത് ഇൻ ഫ്രണ്ട് ഓഫ് ദ ഗ്രേറ്റ് രജനികാന്ത്. ഓ അടിപൊളി. വാട്ട് എ ബ്ലെസ്സിങ്. അല്ല, ദാറ്റ് ഇസ് വൈ അതും ഇറ്റ്സ് റീച്ച്ഡ് മില്യൺസ് ബിക്കോസ് ഓഫ് ദ വൺ ആൻഡ് ഓൺലി രജനികാന്ത്. സോ അദ്ദേഹത്തിന്റെ കൂടെ സ്ക്രീൻ സ്പേസ് ഒരു ഭയങ്കര സബ്സ്റ്റാൻഷ്യൽ ആയിട്ട് ഒരു പാട്ടിലൂടെ എൻ്റെ മൈ ഡാൻസിങ് എബിലിറ്റീസ് കാണിക്കാൻ പറ്റി എന്നുള്ളത് വലിയൊരു അനുഗ്രഹമാണ് അത് ആസ് എൻ ആർട്ടിസ്റ്റ്. ഈ ലെജൻസുകളെ കുറിച്ച് കൂടെ പറയും. ഇപ്പോൾ രവീന്ദ്ര മാഷും ജോൺസൺ മാഷും ഒക്കെ എല്ലാവരും ഗസലിൽ പാട്ട് കിട്ടിയിട്ടുണ്ട്. അതൊക്കെ ഇപ്പോഴും മലയാളി മറക്കാത്ത പാട്ടുകളാണ്. ഇതിലൊക്കെ അഭിനയിക്കാൻ കഴിഞ്ഞു, ഇതൊക്കെ പാടി അഭിനയിക്കാനും ഡാൻസ് കളിക്കാനും കഴിഞ്ഞു എന്ന് പറയുന്നത് ഭയങ്കര ഒരു സന്തോഷമല്ലേ? സന്തോഷമല്ലേ? ഇതല്ലേ ഏതോ മുൻജന്മ സുഹൃത്താണ്. ദാസേട്ടൻ്റെ ശബ്ദത്തിൽ പാടി അഭിനയിക്കുക എന്നുള്ളത് ഇറ്റ്സ് എ ഡ്രീം ഫോർ എനി ആക്ടർ. അത് ഹരൻ സാറിൻ്റെ ഒക്കെ ബ്ലെസ്സിങ് കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരുപാട് പടങ്ങളിൽ അങ്ങനെ ചെയ്യാൻ പറ്റി. ഈ പടത്തിലും നല്ല ഇൻട്രസ്റ്റിംഗ് മ്യൂസിക്കാണ്. പ്രദീപ് ടോം അദ്ദേഹമാണ് ചെയ്തിരിക്കുന്നത്. ബ്യൂട്ടിഫുൾ സോങ്സ് ആണ്. ഒരു 5 പാട്ടുണ്ട്. അത് അതിമനോഹരമായിട്ട്, അതാണ് ഈ പറഞ്ഞു വരുന്നത്. നമുക്കൊക്കെ ഈ പാട്ടുകൾ അമഞ്ച് വരും എന്ന് പറയും തമിഴിൽ, ഒരു ബ്ലെസ്സിങ് പോലെ കിട്ടും. അതെനിക്ക് ഒരുപാട് ഇവൺ ഇൻ കുരുവിപ്പാപ്പ അത്ര നല്ല ബ്യൂട്ടിഫുൾ സോങ്സ്. ഒരു ദിവസം ഒരു തമാശ സോങ്സ്, ഒരു ബിരിയാണി, മോളുടെ ഫ്രണ്ട്സ് വരുമ്പം ഈ അച്ഛനെ കൊണ്ട് ബിരിയാണി ഉണ്ടാക്കിപ്പിക്കും. അച്ഛനാണ് എക്സ്പെർട്ട്, അമ്മ പോരാ, അതുകൊണ്ട് ഉപ്പച്ചി തന്നെ ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ തന്നെയാണോ വീട്ടില്? അപ്പൊ എന്നിട്ട് ഉപ്പച്ചി ഉണ്ടാക്കുകയാണ്. അതൊരു സെലിബ്രേഷൻ. അതിലാണ് നമ്മുടെ സുദ്ധിയൊക്കെ ഉണ്ട്. സോ അങ്ങനെ വെരി ഇൻട്രസ്റ്റിംഗ് സോങ്സ്. സമയക്കുറവുകൊണ്ട് ചുരുക്കുക. മുക്ത കൺമണി അല്ലേ പേര് മകളുടെ? കിങ് ഓഫ് കോക്ടെയിലാണ് അവസാനം അഭിനയിച്ചത്. സുരാജ് ചേട്ടന്റെ കൂടെ ഇടയ്ക്കൊരു പടത്തിൽ പത്താം വളവ്, അതായിരുന്നു ആദ്യത്തെ പടം. അത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ചെയ്തു കിങ് ഓഫ് കോട്ട, അതിലിങ്ങനെ നിൽക്കുന്നു. തുടരട്ടെ. അപ്പോൾ വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ കൂടെ നിൽക്കേണ്ട ഒരു ബാധ്യത, ധാർമ്മികമായ ഉത്തരവാദിത്വം നമുക്കുണ്ട്. സിനിമ തിയേറ്ററിൽ തന്നെ കാണേണ്ടതുണ്ട്. ഈ വിഷയം ചർച്ച ചെയ്യേണ്ടതുണ്ട്. ഗൗരവമായ വിഷയം, ബട്ട് ഇറ്റ്സ് ആൻ എന്റർടൈൻമെന്റ്. അതായത് ഇതെല്ലാം ഈ ഇമോഷണൽ കണക്ട് എന്നുള്ളത് ഒരു ആസ്വാദനമാണ്. നമ്മൾ ആസ്വദിക്കണം ആ കുട്ടിയുടെ കൂടെ. അതിൽ ആ മെസ്സേജ് വരും, അത് അത് അവയർനെസ് ക്രിയേറ്റ് ചെയ്യും. പക്ഷെ അറ്റ് ദ സെയിം ടൈം എല്ലാ മ്യൂസിക്കും സോ മച്ച് ഓഫ് ഫൺ, ഫാമിലി ബോണ്ടിങ്, അങ്ങനെയൊക്കെയുള്ള ഒരു ബ്യൂട്ടിഫുൾ ടോട്ടൽ പാക്കേജാണ്.
ഇൻസ്പയർ ചെയ്യും നമ്മളെ. അതെ തീർച്ചയായിട്ടും. തീർച്ചയായിട്ടും. താങ്ക് യു രജനീഷ്.